നമസ്കാരം, ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇപ്പോൾ മഴയുടെ സീസണാണ്. മഴക്കാലം തുടങ്ങിയിരിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിച്ചു പോകുക. ഇപ്പോൾ മഴ തുടങ്ങിയ ആ സമയത്ത് തന്നെയാണ് സ്കൂളെല്ലാം തുറക്കുന്നത്. ഇത് നമുക്ക് സ്കൂളിലെ ഉപകരണങ്ങളും ബുക്ക് അതുപോലെ എല്ലാം ഇവിടെ തന്നെ കിട്ടും. 50% ഓഫറുണ്ട്. എല്ലാവരും ഇവിടെ വന്ന് വാങ്ങുക. ഇത് സ്ഥലം ആലുവ തോട്ടുമുഖത്തിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. എല്ലാവരും ഇവിടെ വന്ന് വാങ്ങുക. അതുപോലെ തന്നെ മഴക്കാലമാണ്. വളരെ പതിയെ തന്നെ വാഹനങ്ങൾ ഓടിച്ച് പോകുക. ഒരു 50 സ്പീഡ് 60 സ്പീഡ് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് വാഹനങ്ങൾ ഓടിക്കുക. റോഡിൽ പല സ്ഥലങ്ങളിലും പണികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിന്റെ രണ്ട് വശങ്ങളിലും ചിലപ്പോൾ കുഴികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബൈക്കുകളിൽ പോകുന്നവരൊക്കെ പരമാവധി വേഗത കുറച്ച് വളരെ ശ്രദ്ധിച്ചു പോകുക. കാരണം ബൈക്കൊക്കെ സ്കിഡ് ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവൻ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ ഈ റോഡുകളെല്ലാം തന്നെ വർക്ക് നടക്കുന്നതിനാൽ വളരെ ശ്രദ്ധിച്ചു പോകുക. റോഡിന്റെ രണ്ട് സൈഡിലും വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ JCB നിർത്തിയിട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ റോഡിന്റെ പണികൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ വലിയ എക്യുപ്മെന്റ്സ് ഉപകരണങ്ങളും അതുപോലെ ഇരുമ്പ് കമ്പികളെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിച്ചു പോകുക. അതുപോലെ തന്നെ പാലം ഒക്കെ വരുന്ന സ്ഥലത്ത് വാഹനങ്ങൾ നിർത്തിയിടാതിരിക്കുക. ഇപ്പോൾ നമുക്കറിയാം വളരെയധികം ആക്സിഡന്റുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലെ യാത്രകൾ പരമാവധി ഒഴിവാക്കുക. എപ്പോൾ വേണമെങ്കിലും ഈ മഴയുള്ളത് കൊണ്ട് വാഹനത്തിന് മേലിലേക്ക് മരങ്ങൾ പിഴുതു വീഴുവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പരമാവധി രാത്രി യാത്രകൾ ഒഴിവാക്കുക. യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വലിയ മഴയുള്ളപ്പോൾ വാഹനങ്ങൾ ഓടിച്ചു പോകാതിരിക്കുക. അതും വെള്ളക്കെട്ടിലേക്കൊക്കെ സ്പീഡിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ വാഹനം വലിയ തോതിൽ സ്കിഡാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പാലത്തിന്റെ അടുത്ത് തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോൾ ഇവിടെ ഈ തോട്ടുമുഖം ഭാഗമാണിത്. ഇവിടെ നല്ല രീതിയിൽ വെള്ളം തോടുകളിൽ ഒഴുകുന്നുണ്ട്. വലിയ രീതിയിൽ ഇടുക്കിയിലും മറ്റു പ്രദേശങ്ങളിലെല്ലാം മഴ പെയ്യുന്നത് കൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിന്റെ കെട്ടിലേക്ക് അകപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വാഹനം ഇതുകണക്കിന് റോഡ് സൈഡിൽ അതും പാലത്തിന്റെ മുകളിൽ നിർത്താതിരിക്കുക. കാരണം ഈ പാലത്തിലൊക്കെ ഒരു കൺജസ്റ്റഡ് ഏരിയ തന്നെയാണ് പാലം എന്ന് പറയുന്നത്. അവിടെയൊക്കെ നിർത്തി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാതിരിക്കുക. ഇതിപ്പോൾ ആലുവ അത്താണി റൂട്ടിൽ ഒരു മരം റോഡിൽ പിഴുതു വീണതുകൊണ്ടുള്ള ഗതാഗത കുരുക്കാണ് ഇത്. അങ്കമാലി ഭാഗത്ത് നിന്ന് വരുന്നവര് ദേശത്ത് നിന്ന് ഇടത്തോട്ട് വേണം പോകുവാനായിട്ട്. അങ്ങനെയാണ് ഗതാഗത ക്രമീകരണം ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ വളരെ ബ്ലോക്കാണ്. വാഹനങ്ങൾ പതിയെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ ഇത് ഓവർടേക്കിങ്ങോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, രണ്ട് വാഹനങ്ങൾ അടുത്ത് പോകുന്നതാണ്. വളരെ ഭീകരമായൊരവസ്ഥയാണ് ഇതിൻ്റെ ഈ വാഹനം പോകുന്നത്. അത് അവരുടെ കുറ്റമൊന്നുമല്ല, നമ്മുടെ റോഡിൻ്റെ ചെറിയ കുഴപ്പം കൊണ്ടാണ്. എന്നിരുന്നാലും വാഹനങ്ങൾ വളരെയധികം കെയർഫുള്ളായിട്ട് ഓടിക്കുക, വളരെയധികം ശ്രദ്ധിച്ച് ഓടിക്കുക, അപകടങ്ങൾ ഒഴിവാക്കുക.